ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ടിക്ക മസാലയാണ്. അപ്പോൾ ചിക്കൻ ടിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ മസാല റെസിപ്പിയാണ്. അപ്പോൾ നല്ല റിച്ച് ഗ്രേവിയിലുള്ള ടേസ്റ്റിയായ ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള റിച്ച് ഗ്രേവിയാണ് കേട്ടോ. പൊറോട്ട, ചപ്പാത്തി, നാൻ ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ചിക്കൻ ടിക്ക മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചിക്കൻ ടിക്ക മസാല ചെയ്യാനായിട്ട് ആദ്യം ചിക്കൻ ടിക്ക ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ല കേട്ടോ. അപ്പോൾ ടിക്ക മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. അപ്പോൾ ചാട്ട് മസാല ഇതേപോലെ പാക്കറ്റിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എവറസ്റ്റ് എന്ന കമ്പനിയുടെ ആണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീരെ ചെറിയ സ്പൂണാണ്. അപ്പോൾ സാധാരണ ടീസ്പൂൺ ആണെങ്കിൽ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അപ്പോൾ കസൂരി മേത്തി മീൻസ് അറിയായിരിക്കും ഉലുവയില, അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഈ ടിക്കയുടെയും ടിക്ക മസാലയുടെയും ഒക്കെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈസ്റ്റേണിൻ്റെ ആണ് കേട്ടോ. ഇനി ഇതൊരു 5 മുതൽ 10 സെക്കൻഡ് വരെ ഒന്നങ്ങ് പാനിൽ ചൂടാക്കിയിട്ട് ഇത് ഇതേപോലെ കൈ കൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവേ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. അപ്പോൾ സാധാരണയായിട്ട് ചിക്കൻ ടിക്ക ചെയ്യുമ്പോൾ ഈ തൈര് ഒരു തുണിയിൽ കെട്ടിയിട്ട് ആ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് മാറ്റിയാണ് ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ മസാലയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് തൈരായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുണിയിൽ കെട്ടി ആ ജലാംശമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചേർക്കുന്ന തൈരിനെ ഹങ് കർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്. അപ്പം നമ്മുടെ ചാട്ട് മസാലയിൽ സാൾട്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ചേർക്കുന്നത്. ഞാൻ വളരെ ചെറിയ പീസ് ആക്കിയിട്ടില്ല കേട്ടോ, ഒരു മീഡിയം ടു സ്മാൾ പീസ്. ഇനി ഇത് മസാലയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടിക്ക ആക്കി ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചിക്കൻ പീസ് ഒത്തിരി ചെറിയ പീസായിട്ടാണ് മുറിച്ചതെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ, അതിൽ തന്നെയാണ് ചിക്കൻ കുക്കാവേണ്ടതും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഗ്രില്ലായി വരണം. ഇനി കുറച്ച് ഓയിലൊന്ന് സ്പ്രിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു കറക്റ്റ് ഗ്രില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മസാലയിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ഒരു ബ്ലാക്ക് കാർഡമം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏലക്കയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്നങ്ങ് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ബേ ലീഫ്, ഒരു 5-6 ഗ്രാമ്പു, ഇനി 3 സാധാരണ ഏലക്കായ. ഇതെല്ലാം കൂടി ഒന്നങ്ങ് മൂത്ത് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഫൈനായിട്ട് മുറിച്ചത് ചേർക്കാം. സവാള ഒന്നങ്ങ് വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ടൈമിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരട്ടെ. അപ്പോൾ സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്നങ്ങ് മാറി മൂത്ത് വരണം. അപ്പോൾ ഇപ്പം നോക്കിയ പൊടികളൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ചേർത്ത തക്കാളി നന്നായിട്ടൊന്നങ്ങ് വെന്ത് വരണം. അപ്പോൾ അതിന്റെ പരുവം എന്ന് പറഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണ ഒന്നങ്ങ് തെളിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ടിക്കയുടെ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ടിക്ക ഫ്രൈ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഈ ഒരു മസാലയിൽ ഒന്ന് കിടന്നങ്ങ് തിളയ്ക്കണം. ഇപ്പോൾ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 കാഷ്യൂസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് തിളപ്പിക്കുമ്പോൾ നമ്മുടെ കറി ഒന്നങ്ങ് കുറുവി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്നും കൂടെ ഒന്നങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം കൂടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു റിച്ച്നെസ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൻ്റെ സ്റ്റെപ്പ് ചേർക്കണം എന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ കസൂരി മേത്തിയൊക്കെ സ്കിപ്പ് ചെയ്യാതെ നോക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ടിക്ക മസാല തന്നെയാണ്. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.